ദിവ്യകാരുണ്യമേ, ആരാധന സ്തുതി. ആത്മാവിൻ പൂജ്യമേ, ആരാധന സ്തുതി. ദൈവത്തിൻ വാഗ്ദാനമായൊരു വിശിക അപ്പമാകുന്ന നേരം കാൽവരിയിലെന്ന് ചെയ്തൊരു യാഗം ഫലമണിയുന്നൊരു നിമിഷം. ആരാധന ആരാധന സ്തുതി. ആരാധന ആരാധന സ്തുതി. ആരാധന സ്തുതി. ആരാധന സ്തുതി. ആരാധന സ്തുതി. ജീവിതം നൽകി ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവും പുത്തൻ ചൈതന്യങ്ങളും നൽകി ഞങ്ങളെ വളർത്തി പരിപാലിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തളർന്നപ്പോൾ താങ്ങായും ഒറ്റയാക്കപ്പെട്ടപ്പോൾ കൂട്ടാളിയായും അസ്വസ്ഥമായ അനുഭവങ്ങളിൽ സാന്ത്വന സ്പർശമേകിയും ഞങ്ങളെ പരിപാലിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ, നിന്റെ ഈ പരിശുദ്ധ സാന്നിധ്യത്തിൽ ആത്മാവും ആഗ്രഹങ്ങളുമൊക്കെ ചേർത്ത് വയ്ക്കുന്നു. തമ്പുരാനെ, നീയാണ് സർവസ്വവും. ഇന്നോളം ജീവിതത്തിലുണ്ടായത് മുഴുവൻ നീ സ്നേഹപൂർവ്വം ഞങ്ങൾക്കായി ഒരുക്കിയതാണ്. യേശുവേ, ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വിധം അത്രയഗാധമായ അങ്ങയുടെ സ്നേഹത്തിന്റെ മുൻപില്, ഈ പരിശുദ്ധ കാരുണ്യത്തിന്റെ മുൻപില് ഞങ്ങൾ താഴ്മയോടെയായിരിക്കട്ടെ. ഈ സ്നേഹത്തോട് ഇനിയും അടുത്തായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പരിശുദ്ധമായ കാരുണ്യത്തിന്റെ മുൻപിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഞങ്ങളിതാ താഴ്മയോടെ സമർപ്പിക്കുകയാണ് തമ്പുരാനെ. മനസ്സിന്റെ മുഴുവൻ ഭാരങ്ങളും നിനക്ക് നൽകുന്നു യേശുവേ. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, മാതാപിതാക്കള്, സഹോദരങ്ങള്, ബന്ധുക്കള്, പ്രിയപ്പെട്ടവര്, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരും യേശുവേ ഈ അനുഗ്രഹത്തിന്റെ തിരുമണിക്കൂറിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നാഥ, നീയാണ് ഞങ്ങളുടെ സർവസ്വവും. നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ അൾത്താരയിലെ ആത്മബലത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്നും നിന്റെ പ്രിയപ്പെട്ടവരാകാൻ ഞങ്ങളെ പഠിപ്പിക്കണേ യേശുവേ. നന്ദിയോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ തമ്പുരാനെ. വേദനകളുണ്ട് ഞങ്ങൾക്ക്, നോവിന്റെ ഓർമ്മകളും മുറിവേറ്റ അനുഭവങ്ങളും തളർന്ന ജീവിത പാഠങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുമ്പോഴും നിന്റെ സാന്നിധ്യം, ഈ ദിവ്യകാരുണ്യ സാന്നിധ്യം, അതാണ് ഞങ്ങളുടെ ഹൃദയത്തിന് കുളിർമയേകുന്നത്. സ്നേഹത്തോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, ഇന്നോളം നീ നൽകിയ ദാനങ്ങൾക്ക് നന്ദി പറയാൻ മടി കാണിച്ച നിമിഷങ്ങളെ ഓർക്കുന്നു.
പരാതിയുടെ മനുഷ്യനായിട്ട് ഞാൻ ജീവിച്ച് കടന്നുപോയി. കിട്ടിയതൊക്കെ നന്ദിയോടുകൂടെ ഓർമ്മിക്കാൻ പൗലോസ്ലീഹായോട് ചേർന്ന് എല്ലാം ദാനമാണെന്ന് ബോധ്യത്തോടെ ഹൃദയത്തിൽ ഏറ്റുപറയാൻ തമ്പുരാനെ നീ ഞങ്ങൾക്ക് ശക്തി തരണേ. എപ്പോഴൊക്കെയോ എന്റേതെന്ന് ഞാൻ കരുതിയ, കഴിവാണെന്ന് വിചാരിച്ച, ശക്തിയായും ബലമായുമൊക്കെ ഉള്ളിൽ കൊണ്ടു നടന്ന മുഴുവൻ അനുഭവങ്ങളെയും തിരുമുൻപിൽ ഓർത്ത് തമ്പുരാന് നന്ദി പറയുന്നു. കാരണം ഒന്നേയുള്ളൂ, എല്ലാം നിന്റെ ദാനമായ യേശുവേ. ഒന്നും ഞാൻ നേടിയതല്ല, എല്ലാം നീ എനിക്ക് ഔദാര്യത്തിന്റെ നിധിയിൽ നിന്നും ദാനമായി നൽകിയതാ. നന്ദി പറയുന്നു തമ്പുരാനെ. ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോഴും, ഞാൻ മുറിവേറ്റ് തളർന്നപ്പോഴും എന്റെ കരം പിടിച്ച് എന്നെ വഴി കാണിച്ചവൻ, നൈരാശ്യത്തിന്റെ പടുകുഴിയിൽ നിന്നും എന്നെ പിടിച്ചു കയറ്റിയവൻ, എന്റെ മുറിവുകളിൽ സ്നേഹത്തിന്റെ തൈലം പൂശി ദിവ്യകാരുണ്യത്തിന്റെ പ്രഭയേകി എന്നെ ഇന്നും ജീവിക്കാൻ അനുവദിക്കുന്നവൻ തമ്പുരാനെ, നീ അല്ലാതെ മറ്റാരാ? ഈശോയുടെ ഈ കാരുണ്യത്തിന്റെ സാന്നിധ്യത്തില് നമുക്ക് കിട്ടിയതൊക്കെ ദാനമാണെന്ന് നമുക്കൊന്നേറ്റു പറയാം. യേശുവേ, അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. പൗലോസ്ലീഹായോട് ചേർന്ന് എന്റെ ജീവിത മന്ത്രമായി ഞാനത് കൊണ്ടു നടക്കുന്നു. സ്വന്തമെന്ന് അവകാശപ്പെടാനായിട്ട്, അഭിമാനിക്കാനായിട്ട് നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ എന്തിനാ നീ അഹങ്കരിക്കണത്? നിന്റെ രൂപഭാവങ്ങളൊക്കെ, നിന്റെ ജീവിതത്തിന്റെ മുഴുവനും സർവസ്വവും ദാനമാണെന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം തമ്പുരാനോട്. എല്ലാം ദാനമാണ് തമ്പുരാനെ, ഒന്നും ഞാൻ നേടിയതല്ല ഈശോയെ, നീ ഔദാര്യത്തോടെ നൽകിയതാ. എന്റെ പ്രാണനും പ്രാണപ്രഭാവങ്ങളും എന്റെ ജീവനും ജീവനിയോഗങ്ങളുമൊക്കെ നിന്റേതാണെന്ന് ഞാൻ ഈ ദിവ്യകാരുണ്യത്തിന്റെ പരിശുദ്ധ സാന്നിധ്യത്തെ ഹൃദയത്തോട് ചർച്ച വെച്ചുകൊണ്ടൊന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാവിൻ ദിവ്യമദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും മാതാവിൻ ദിവ്യമദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. യേശുവേ, ജീവിതത്തിന്റെ ഈ ആത്മാവബോധത്തിലേക്ക് എന്നെ ആഴപ്പെടുത്തണമേ. എന്റെ കഴിവിന്റെ ലോകത്തിൽ, എന്റെ വിജയത്തിന്റെ വീഥിയിൽ ചിലപ്പോഴെങ്കിലും ഞാൻ കരുതിയത് ഇതെന്റേതാണെന്ന്. വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിച്ചുള്ള വ്യഗ്രതയുടെ യാത്രയിൽ എനിക്ക് നഷ്ടമായത് ഈ തിരിച്ചറിവാണ്. എന്റെ ജീവിതത്തെ ഞാനൊന്ന് തിരുസന്നിധിയിൽ സമർപ്പിച്ച് ആത്മവിചിന്തന വിഷയമാക്കട്ടെ. ജനനം മുതൽ ഇന്നോളം എന്റെ തമ്പുരാന്റെ
കൃപയാണ് എന്നെ വഴി നടത്തിയത്. പൗലോസ്ലീഹ പറയും, എനിക്ക് നിന്റെ കൃപ മതി. എന്റെ പരിമിതികളിലും പരാജയങ്ങളിലും പരിഭവങ്ങളിലും പരിദേവനങ്ങളിലും ഒറ്റയല്ല എന്ന ബോധ്യം എനിക്ക് നൽകാനായിട്ട്, കൂട്ടിനുണ്ട് എന്ന അവബോധം കൊണ്ട് എന്നെ ആഴപ്പെടുത്താനായിട്ട് തമ്പുരാനെ നിന്റെ കൃപ എന്നിലേക്ക് ഒഴുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം അവിടുത്തോട്. നമുക്ക് ജന്മം മുതൽ ഇന്നോളം ഒരുപിടി നന്മകളെ ഓർത്തെടുക്കാനില്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ എനിക്ക് ഈ രൂപഭാവങ്ങളൊക്കെ നൽകിയത്? എന്റെ മാതാപിതാക്കൾ എന്ന് അവകാശപ്പെടുന്നവരും എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ ഈ ദൈവിക ദാനത്തിന്റെ നിമിത്തങ്ങളായെന്ന് മാത്രമേ കരുതാൻ കഴിയൂ. ദൈവമാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപേ എനിക്ക് രൂപഭാവങ്ങളേകി എന്നെ വളർത്തി വലുതാക്കാനായിട്ട് എന്റെ മാതാപിതാക്കൾക്ക് എന്നെ കൊടുത്തത്. വൈകല്യങ്ങളില്ലാതെ ഒരുപക്ഷെ ലോകത്തിലെ മറ്റു പലരേക്കാളും അനുഗ്രഹീതരായിട്ട് നമ്മളൊക്കെ രൂപപ്പെട്ടുവെങ്കിൽ അതിന്റെ പുറകിലുള്ള ദൈവകരത്തെ നമ്മൾ വിസ്മരിച്ചുകൂടാ. നമ്മുടെ കണ്ണു തുറന്നുള്ള ഓരോ യാത്രയും നമുക്ക് നൽകേണ്ടത് കൂടുതൽ ദൈവസ്നേഹത്തിലേക്കുള്ള അടുപ്പവും കൂടുതൽ തമ്പുരാനോടുള്ള വിശ്വസ്തതയുമാണ്. കണ്ണു തുറന്ന് ചുറ്റുപാടുകളെ നോക്കുമ്പം അറിയാതെ നന്ദി പറയാനായിട്ട് നമ്മുടെ മനസ്സ് വെമ്പും. ഞാൻ യാത്രയിൽ വഴിയിൽ കാണുന്ന വൈകല്യമുള്ളവരെ കുറിച്ച് ഓർക്കുമ്പം എന്റെ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തേ ആ വൈകല്യമുള്ള സഹോദരനെ പോലെ സഹോദരിയെ പോലെ ഞാനായില്ല എന്നൊരു ചോദ്യം. ഞാനും അങ്ങനെയാകാമായിരുന്നു. ഒരു മാനസിക രോഗിയായിട്ടോ ഒരു മന്ദബുദ്ധിയായിട്ടോ വൈകല്യങ്ങളുള്ള വ്യക്തിയായിട്ടോ ജനിക്കാമായിരുന്നു. കണ്ണു നിറയുന്ന ഹൃദയം കുളിർപ്പിക്കുന്ന ഉത്തരം തമ്പുരാൻ എന്നോട് ആ നിമിഷം മന്ത്രം പോലെ മനസ്സിൽ കോറയിട്ടുകൊണ്ട് പറയും, മോനെ മോളെ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ. നിന്റെ പേരെന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിന്റെ കണ്ണീരൊക്കെ കുപ്പിയിൽ ശേഖരിച്ചുവെന്ന് ഞാൻ പാഴ്വാക്ക് പറഞ്ഞതല്ല. നീ എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനാ, പ്രിയപ്പെട്ടവളാ. ഒന്നോർക്കണേ, എന്റെ ജീവിതത്തില് കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും നന്മ ചെയ്യാനായിട്ട് കരങ്ങളും ചുറ്റി സഞ്ചരിക്കാൻ പാദങ്ങളുമൊക്കെ എന്റെ തമ്പുരാൻ ക്രമപ്പെടുത്തിയെങ്കിൽ അതിന്റെ പുറകിലൊക്കെ ഒരു ദൈവികമായ നിവേശനങ്ങളുണ്ട് എന്ന്, നിയോഗങ്ങളുണ്ട് എന്ന് നമുക്കൊരിക്കൽ കൂടെ തിരിച്ചറിയാം. യേശുവിനോട് ഇനിയെങ്കിലും നമുക്ക് ഹൃദയത്തിൽ നന്ദിയോടുകൂടെ ജീവിക്കാം. തമ്പുരാനെ, നന്ദി പറയുകയല്ലാതെ മറ്റൊന്നിനും എനിക്ക് പാവില്ല. എപ്പോഴോ വേഗത്തിൽ ഓടിപ്പോയപ്പം എന്റെ വഴിയിൽ കാത്തുനിന്നെ ഞാൻ വിസ്മരിച്ചു. ബർത്തിമയോസ് എന്ന അന്ധനായ മനുഷ്യൻ സൗഖ്യപ്പെടാനായിട്ട് ആഗ്രഹിച്ചു പോലുമില്ല. 38 വർഷമായിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. അവന്റെ കയ്യെത്തും ദൂരത്ത് കണ്ണെത്തും ദൂരത്ത് കൃപയുടെ നീർച്ചാലുകള് അനർഗളമായിട്ട് ഒഴുകിയിട്ടും അവിടേക്ക് എത്തി നിൽക്കാനായിട്ട് അവൻ മടി കാണിച്ചപ്പം ഗുരു സാന്നിധ്യം അവനെ തൊട്ടുണർത്തിക്കൊണ്ട് ചോദിക്കുകയാ, മകനെ, നിനക്ക് സൗഖ്യപ്പെടാനായിട്ട് ആഗ്രഹമില്ലേ? ഉണ്ടെന്നല്ല അവന്റെ മറുപടി. ഞാൻ വരും മുൻപേ, വെള്ളത്തിലിറങ്ങും മുൻപേ എന്നെ ഇറക്കാനായിട്ട് ആരുമില്ലാത്തത് കൊണ്ട് മറ്റാരൊക്കെയോ ഇറങ്ങി സൗഖ്യപ്പെടുന്നു എന്നുള്ള ഒരു പരിഭവത്തിന്റെ ഭാണ്ഡം അവൻ തുറക്കുകയാണ്. നമുക്കിന്ന് ഈ കാരുണ്യരൂപനോട് പരിഭവങ്ങളൊന്നും പറയാതെ എന്നെ പരിപാലിച്ചതിന് നന്ദി പറയാം. ഈ സ്നേഹത്തോട്
ഹൃദയം കൊണ്ട് നമുക്കൊന്ന് ചേർന്നിരിക്കാം. അമ്മയുടെ മടിയിൽ ചാഞ്ഞുറങ്ങുന്ന കുഞ്ഞിനെ പോലെ, അമ്മിഞ്ഞപ്പാൽ നുകരുന്ന കുഞ്ഞിനെ പോലെ ആ സ്നേഹത്തിന്റെ ഊഷ്മളഭാവങ്ങളുടെ ചൈതന്യങ്ങളെ മുഴുവൻ നമുക്ക് ഈ അൾത്താരയിൽ നിന്നും, ഈ കാരുണ്യത്തിന്റെ തമ്പുരാനിൽ നിന്നും ഏറ്റുവാങ്ങാം. നമ്മുടെ ഹൃദയത്തുടിപ്പുകളെയും ഇന്നോളമുണ്ടായ ആകുലതകളെയും ആശങ്കകളെയും ഒക്കെ ആ സ്നേഹത്തിന്റെ തെരുവിലാവിലേക്ക് ചേർത്ത് നിന്നുകൊണ്ട് നമുക്ക് സൗഖ്യദായകമാക്കി മാറ്റാം. എല്ലാം ദാനമാണെന്ന് നമുക്ക് ഈശോയോട് ഒരിക്കൽ കൂടി ഒന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ തിരിച്ചറിയുന്നു, എന്റെ ജീവിതത്തെ ഞാനൊന്ന് വിലയിരുത്തുന്നു. ജനനം മുതൽ ഇന്നോളം എനിക്ക് ലഭിച്ചതൊക്കെ നേടിയതാണെന്ന് തെറ്റിദ്ധരിച്ചതും വെട്ടിപ്പിടിച്ചുവെന്ന് കരുതിക്കൂട്ടിയതുമൊക്കെ ഞാൻ ഇന്ന് ഈ നിമിഷം ഏറ്റുപറയുന്നു. ഒന്നും എന്റേതല്ല ഈശോയെ. നിന്റെ സ്നേഹത്തിന്റെ, നിന്റെ ഔദാര്യത്തിന്റെ, നിന്റെ കൃപയുടെ നിധിയിൽ നിന്നും എന്നിലേക്ക് ഒഴുക്കപ്പെട്ട ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാം ദാനമാണെന്ന്, എല്ലാം തമ്പുരാനെ നീ തന്നതാണെന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ഈശോയോട് ഇന്നോളം അങ്ങനെ പാടാൻ കഴിയാത്തതിനെ മുഴുവൻ ഓർത്ത് മനസ്സിൽ അനുതപിച്ചുകൊണ്ട്, ഇനി ഒരിക്കലും ഈ ആത്മബലം എനിക്ക് നഷ്ടമാകാൻ പാടില്ല, ഈ ആത്മസുഖം എനിക്ക് കൈവിട്ടു പോകാൻ പാടില്ല. എന്റെ തമ്പുരാനെ കൂടാതെ ഒരു ചുവട് വെക്കാനായിട്ട് എനിക്കിനി ആവില്ല. എന്റെ യേശുവിനെ കൂടാതെ ഞാനിനി ജീവിതത്തിന് മുൻപോട്ട് പോകില്ല. ഈ തീരുമാനത്തിന്റെ മുറുകെ പിടിക്കലോടുകൂടെ ഈ തീരുമാനങ്ങളൊക്കെ നാഥന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അൾത്താരയിലെ ദിവ്യകാരുണ്യനാഥനെ ഹൃദയം കൊണ്ട് ചേർത്തണച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ യേശുവിനോട് പറയാം, യേശുവേ, എന്റെ ജീവനും ജീവിതവും എന്റെ പ്രാണനും പ്രഭാവങ്ങളുമൊക്കെ നിന്റേതാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിശ്വാസത്തോടുകൂടെ ഏറ്റുപാടുന്നു, ഹൃദയത്തിൽ നിറഞ്ഞ പ്രാർത്ഥനയോടെ. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാനിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാനിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. പരിശുദ്ധ സാന്നിധ്യത്തിന്റെ മുൻപില് ജീവിതത്തിന്റെ മുഴുവൻ അനുഭവങ്ങളെയും നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. ആദിമാതാപിതാക്കള് പറുദീസായുടെ പരിശുദ്ധിയുടെ പ്രഭയിലായിരുന്നപ്പം ദൈവത്തോടുണ്ടായിരുന്ന ഹൃദയാടുപ്പം സായാഹ്നങ്ങളിൽ ഒപ്പം നടക്കാൻ മാത്രം അത്ര വലുതായിരുന്നു. ദൈവമായിരുന്നു അവരുടെ എല്ലാം. ഒരു സുഹൃത്തിനെ പോലെ, സ്നേഹിതനെ പോലെ സായാഹ്നങ്ങളിൽ തമ്പുരാനോടൊത്ത് ചുറ്റി സഞ്ചരിക്കാൻ കഴിയുന്ന വിധം അനുഗ്രഹിക്കപ്പെട്ടവര് ആദി മാതാപിതാക്കള്. ഞാനും വിശുദ്ധ കുർബാനയിലൂടെ, ദൈവികമായ സാന്നിധ്യാനുഭവങ്ങളിലൂടെ തമ്പുരാനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട്
തമ്പുരാനോട് കൂടെ ജീവിച്ച ഓർമ്മകളൊക്കെ എന്റെ മനസ്സിലുണ്ട്. എവിടൊക്കെയോ എന്റെ ചുവടുകൾക്ക് അപഭ്രംശങ്ങൾ ഉണ്ടായിരിക്കുന്നു, ചുവട് പിഴച്ചു പോയിരിക്കുന്നു എനിക്ക്. യേശുവേ, ഞാനിതാ നിന്റെ തിരുമുൻപിൽ അവയൊക്കെ ഓർത്തെടുക്കുകയാണ്. നിന്റെ കരം പിടിച്ച് സന്തോഷത്തിന്റെ നിർവൃതിയിലായിരുന്നു കൊണ്ട് നടന്നു നീങ്ങിയ സുഖകരമായ ഓർമ്മകളൊക്കെ ഞാനിതാ ഈ അൾത്താര മുൻപിലായി വെറുക്കുന്നു. എന്റെ അപ്പന്റെയും അമ്മയുടെയും കരം പിടിച്ചു നടന്ന അനുഗ്രഹത്തിന്റെ ഓർമ്മകളില് നിന്റെ സ്നേഹം നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വളർന്ന ജീവിതത്തിന്റെ ഓരോ ചുവടിലും നിന്റെ കൃപയുടെ സാന്നിധ്യത്തിന്റെ വെളിച്ചമുണ്ടായിരുന്നു. എന്റെ കാലിടറാതിരിക്കാൻ, എനിക്ക് അബദ്ധങ്ങൾ പിണയാതിരിക്കാൻ. ആ സ്നേഹ സാന്നിധ്യത്തെ ഞാനിതാ അനുഭവിക്കുകയാണ്. ഇന്നോളം ദൈവമേ, തമ്പുരാനെ, നീ എന്റെ സഹയാത്രികനായിരുന്നു, നീ എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു. നീ എന്നെ ഒരിക്കലും തള്ളിപ്പറഞ്ഞില്ല. ഞാൻ നിന്നെ ഉപേക്ഷിച്ചപ്പോഴും, ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും, ഞാൻ നിന്നോട് കൂട്ടില്ലാതെ കൂട്ടം വിട്ടോടിയപ്പോഴും, കുതറിമാറിയപ്പോഴും, എമ്മാവോസിലേക്ക് വേഗത്തിൽ പോയവരുടെ കൂടെയുള്ള അകലം കുറയ്ക്കാൻ വേണ്ടി കൂടെയായിരുന്ന നിന്റെ സാന്നിധ്യം ഞാനിതാ തിരിച്ചറിയുന്നു. എന്റെ ദൈവം എനിക്ക് തന്ന സ്നേഹ സമ്മാനമാണ് ഈ ജീവിതമെന്ന് ഞാനിതാ ഏറ്റുപറയുന്നു. യേശുവേ, ഈ സ്നേഹ സമ്മാനത്തെ നിധി പോലെ സൂക്ഷിക്കാനുള്ള വരവും കൃപയും എനിക്കുണ്ട്. സമ്മാനമാണെങ്കിൽ ശ്രദ്ധയോടെ, താല്പര്യത്തോടെ ഞാനതിനെ സൂക്ഷിക്കുന്നു. ഒരിക്കലും തന്നവനെ നിന്ദിക്കാൻ ഇടവരാത്ത വിധം മൺപാത്രത്തിൽ നൽകപ്പെട്ട നിധിയാണ് എന്റെ ജീവിതമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. യേശുവേ, ഈ ജീവിതം എന്റെ ദൈവം എനിക്കായി തന്ന ദാനമാണെന്ന് സ്നേഹത്തോടെ, ആഗ്രഹത്തോടെ, ഹൃദയത്തിന്റെ ആത്മസുഖത്തിന്റെ നിറവിലായിരുന്നുകൊണ്ട് നമുക്ക് ഈശോയോട് ഒന്നേറ്റുപാടി പ്രാർത്ഥിച്ച് ആ അനുഭവത്തിന്റെ ആഴങ്ങളിലായിരിക്കാം. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തിന്മേ തന്റെ കൈകളാ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു. ഹൃദയ തമ്പുരു വീട്ടിനാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു, നന്ദിയേകുന്നു. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തിന്മേ തന്റെ കൈകളാ. ഹൃദയം കൊണ്ട് ഈ അൾത്താരയിലെ തമ്പുരാനെ നമുക്കൊന്ന് തൊട്ടാം. യേശുനാഥനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കും പറയാം, നന്ദിയില്ലാതെ ഞാനിനി ജീവിക്കില്ല. എന്റെ വാക്കും എന്റെ ചിന്തകളും എന്റെ വികാര വിചാരങ്ങളും എനിക്കുള്ളത് മുഴുവൻ തമ്പുരാനെ ദാനമാണെന്ന് തിരിച്ചറിവിന്റെ ആഴത്തിൽ തമ്പുരാന്റെ അനുഭവങ്ങളോടും അനുഗ്രഹങ്ങളോടും ചേർന്ന് നന്ദിയോടെ ഞാൻ ജീവിച്ചുകൊള്ളാം.
അവിടുത്തെ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങുമ്പോൾ ഹൃദയത്തിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. യേശുവേ, എനിക്കൊന്നുമില്ല, എല്ലാം നിന്റേതാ. യേശുവേ, എനിക്കൊന്നുമില്ല തമ്പുരാനെ, എല്ലാം നീ ഔദാര്യത്തോടെ നൽകിയതാണ്. എന്നെ എന്നും വളർത്തണേ, എന്നെ എന്നും പരിപാലിക്കണേ. നന്ദി മാത്രം എന്നും നിന്നോട്